ചേട്ടാ ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിന്? നിങ്ങൾ പൈസ തരാനില്ലേ? പൈസ മേടിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ വന്നോ? അവിടെ ആരുള്ള വീട് പൂട്ടിയിരിക്കും, എന്താ ചെയ്യോ? ഒരു പൈസ എന്നിട്ട് അങ്ങാടി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ക്ലിയർ ആക്കാമല്ലോ. എന്തിന് വീട്ടിലേക്ക് തരിക? വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെല്ലാരും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരല്ലത്. കഴിഞ്ഞ ആഴ്ച തന്നെ പൈസ ആണല്ലോ, ഈ ആഴ്ച ഇങ്ങനെ എന്നാ ചേട്ടാ? അതിനാണോ വീട്ടിൽ വന്നത്? വീട്ടിലെങ്ങാനും വന്ന് പൈസ വന്നെ കാലിന് അടിച്ചു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ വേണ്ട പൈസ മേടിച്ച് തരണ്ടേ? അല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുതലാളി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ കാണാം ഗുണ്ടകളെ കൂട്ടി വരും. പൈസ എങ്ങനെ കൊടുക്കും? പൈസ മേടിക്കുമ്പോ വലിയ വരട്ടാന്നൊക്കെ പറയും. ഇങ്ങ വാങ്ങിക്കോ. ചേട്ടാ എന്നാ ഇവിടെ പ്രശ്നം? രണ്ടുപേരും ഇങ്ങനെ അത് എന്നെ ചേട്ടാ, ചേട്ടനല്ലേ അവര് പൈസ മേടിച്ച് ഇപ്പൊ തരണില്ല. നമ്മ ആഴ്ചകള് വന്ന് പിരിവെടുക്കുമ്പോ പൈസ തരണ്ടേ? അയാൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്രയോ സ്ഥലത്ത് കടം മേടിച്ചിട്ടുണ്ട്. പൈസ കൊടുക്കാൻ ചിലക്ക് ഭയങ്കര കടവുള്. ഞാൻ പെട്ടില്ലേ ഇപ്പൊ. നീ പേടിക്കണ്ട, പൈസ മേടിച്ചുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതെന്താ? നീ ഇവിടെ ഇരിക്കേ. അതായത് ഇവിടെ രണ്ടാൾക്കാർ ഇവിടെ പണിയും വരണ്ടായിരിക്കും. അതിട്ടൊക്കെ സിനിമ പ്രാന്തി പിടിച്ച് കിടക്കുകയാണ്. അതിന് എനിക്ക് പൈസ ഉള്ളല്ലോ. പൈസക്ക് ഞാൻ വഴി ഉണ്ടായി തരാം. അവിറ്റൊക്കെ ഒരു 4 പൊറാട്ടി 2 ബീഫും വെച്ച് കഴിഞ്ഞാല് അതിലൊതുക്കാൻ നമുക്ക് അതിനൊരു കളിയുണ്ട്. അത് ഞാനേറ്റേ. അത് എണ്ണ പൈസ കിട്ടുമോ? പിന്നെ പൈസ ഞാൻ മേടിച്ചു തരുന്നു. അയാളെടുക്കുന്നു. പിന്നെ ഞാൻ അങ്ങനെ എത്ര ആളുകൾക്ക് പൈസ മേടിച്ചു കൊടുക്കുന്നുണ്ട്. നീങ്ക നല്ല മനുഷ്യൻ. എല്ലാം ഞാൻ ഏറ്റി. നീ ധൈര്യമായിട്ട്. സാരി. ഓക്കെ, നിങ്ങൾക്ക് നല്ലതാ വരും. എനിക്കും നല്ലത്. ഓക്കെ, നിങ്ങളിപ്പോ ഇത് കളിക്കല്ലേ? മണിയേട്ടാ, എത്ര കാലം കണ്ടിട്ടില്ല. ഇനി ഞാൻ ഇപ്പൊ ഒരു കോളപ്പിച്ച് തപ്പി രാവിലെ ബസ് കയറിയിട്ട് എന്താണാവോ? അതായത് നമ്മളെ കുറച്ച് കമ്പനിക്കാർ ഇവിടെ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഈ പൂത്താങ്കിരി കളിക്കണൊക്കെ അതിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെട്ടൂടെ? തമാശല്ലാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പോകുമ്പോ വേറെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കോലൊക്കെ മാറ്റണം. അതൊക്കെ മാറ്റാം. കോലെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിരിക്കണം. ഇതൊക്കെ നല്ല ഗുണ്ട ലുക്ക് വേണം. ഇയാള് ഇങ്ങളാണ് ഒരു കൗണ്ടർ ഈശൊക്കെ വെച്ചിട്ട്. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാല് ഡയറക്ടർ എടുത്തിരുന്നത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കാര്യങ്ങൾ സംസാരിക്കും അവിടെ. നിങ്ങൾ സംസാരിക്കണ്ട, സംസാരിക്കാൻ വേറെ ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടെ ബാക്കിൽ നിന്നാ മതി. അവര് കാര്യങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്നിട്ട് അവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ അല്ലേ? അതാ കുട്ടിക്ക് ബുദ്ധി വെച്ചു. ഓക്കെ. ചേട്ടാ ഇവിടെ ആരുള്ളേ? ചേച്ചി എന്ത് ചേട്ടാ? പൈസ എന്നിട്ട് വഴിക്കുന്ന കണ്ടപ്പോ പറഞ്ഞല്ലോ വീട്ടിലേക്ക് തെരഞ്ഞെടുത്തെന്ന്. പിന്നെ എന്തിനാ വന്നേ? നിങ്ങളോട് പറഞ്ഞില്ല നാട്ടുകാർ ചീത്തപ്പേരിക്കല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അങ്ങോട്ട് വന്ന്? അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല മുതലാളി ആളെ കൂട്ടി വരുന്നു. ആളെ അത് മുതലാളിയുടെ ഗുണ്ടകളെ കൂട്ടി വരും. കാണാം നമുക്ക്. നിങ്ങൾ പൈസ അപ്പൊ തരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഓക്കെയാണ്, കൊടുക്കാം കേട്ടോ. എല്ലാം ഓക്കെയാണ് കേട്ടോ. മണിയേട്ടാ, ഞങ്ങള് സിനിമയിൽ എടുത്തിട്ടാ അഡ്വാൻസ് കിട്ടി. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയ